അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരന്മാരെ, റമളാൻ തിങ്കളിലെ ലൈലത്തുൽ ഖദറിലെ ആ ഒരു അവസാനത്തെ 10 നിങ്ങൾ ലൈലത്തുൽ ഖദർ തേടൊരു ലഭിച്ചെന്നല്ലേ, അതിൽ നാം കഴിഞ്ഞു പോയിട്ടുള്ള അമൂല്യമായ നിമിഷം. ഈ സന്ദർഭത്തിൽ ഞങ്ങൾ ലൈലത്തുൽ ഖദർ വിഷയത്തിൽ കൊറിയെ എന്തിനതിന മഹത്വ ചെന്ന് പഠിക്കാം. ലൈലത്തുൽ ഖദർ മഹാനായ റബ്ബു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ചെന്ന അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ. ഞങ്ങൾ ഈ ഖുർആനിൽ അവതീർണാക്കിയ ലൈലത്തുൽ ഖദർ ഉണ്ട്. വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ. ലൈലത്തുൽ ഖദർ ചെന്ന് എന്ത് നിനക്കെന്തര ഗൊಂತು? ലൈലത്തുൽ ഖദർ ഖൈറും മിൻ അൽഫി ഷഹർ. ലൈലത്തുൽ ഖദർ ചെന്നെങ്കിൽ 1000 തിങ്കളിലെക്കാളും യാറെ പുണ്യകരമായി തിക്കറ്, ശ്രേഷ്ഠമായി തിക്കറ്. യാറെ കുറോടി കണക്കാക്കി നോക്കിയെങ്കിൽ 83 വർഷവും 10 തിങ്കൾ ഞങ്ങൾ അമലാക്കിയ പുണ്യ പ്രതിഫലം ഞങ്ങൾക്ക് ഒരു ജാവല് കിട്ടും. അതായിരിക്കും ലൈലത്തുൽ ഖദറുള്ള മഹത്വം, ഏറ്റവും വലിയ മഹത്വം. അപ്പോൾ ആ ലൈലത്തുൽ ഖദർ ഞങ്ങൾക്ക് കിട്ടണ. ആ ലൈലത്തുൽ ഖദർ നബി ചെന്നതുപോലെ അവസാനത്തെ 10 21 23 25 27 29 ഇങ്ങനെ വിത്തറായിട്ട് നിങ്ങൾ തേടൊരു. ഈ വിത്തറായ നാളിൽ യാറെ അമൽ സ്വാലിഹത്താക്കിയിട്ട് ആ നാളിൽ ഉപയോഗപ്പെടുത്തും. പിന്നെ ആയിഷ റളിയല്ലാഹു അൻഹരൊട്ടിಗೆ കേട്ടാറ്. ആയിഷ റളിയല്ലാഹു അൻഹ നബിരൊട്ടി കേട്ട്, നബിയെ ഇങ്ങനത്തെ നാള് ലൈലത്തുൽ ഖദർ ഉണ്ട് ഗൊಂತ ഞാൻ എന്തൊരു ചൊല്ലണം? അപ്പോൾ മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്ന് കൊടുത്തു, നീನು ಈ ದುಆ ರಕೋ, അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹു നീನು മാഫ് തണ്ടവನು, ನೀನು ಮಾಫ್ರ ഇഷ്ടപ്പെടുറവನು, നിനക്ക് മാഫ് താ റബ്ബേ. ഇത് അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. നിൻ്റെപ്പയും പോകുമ്പത്തുക്കും പറമ്പത്തുക്കും ഗാഡിയിൽ പോകുമ്പത്തുക്കും പള്ളിയിലേക്കുമ്പത്തും എപ്പോൾ വേണം ദ്വാർന്നോണ്ടേക്ക, അല്ലാഹു നിനക്ക് മാഫ് താ. അതേപോലെ ലൈലത്തുൽ ഖദർ ജാവുൽ ഇസ്തിഗ്ഫാർ തൗബ ചെയ്ത് അല്ലാഹുവിന്റെ കടക്ക് മടങ്ങറോ, ഖുർആൻ പാരായണാക്കറോ, പള്ളിയിൽ കൂടെ ഇത്തികാഫ് ദീക്കറോ. ഇത്തികാഫ് ദീക്കറ് ചെന്ന വലിയ പുണ്യത്തെ വിഷയത്തിക്കറ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ 10 ഇത്തികാഫ് ദിച്ചോണ്ടിന്ത്. അതേപോലെ നബി ഹയാത്തിലിരിക്കുമ്പോൾ നബിരൊട്ടിക്ക് നബിയുടെ പെഞ്ഞായി മാറും സ്വഹാബിയായ പെണ്ണിങ്ങയും കൂടെ ഇത്തികാഫ് ദിച്ചോണ്ടിന്നാറ്. നബി വഫാത്തായ പിന്നെ നബിയുടെ പെഞ്ഞായി മാറും ഇത്തികാഫ് ദിച്ചിറാറ്. അപ്പോൾ ഇത്തികാഫ് ദീക്കറ് ചെന്നെങ്കിൽ പള്ളിയിൽ സത്കർമ്മല്ല ആക്കിയോണ്ട് പള്ളിയിൽ കൂടറോ. അത് ലാസ്റ്റ് 10 നാളും ദയിക്ക, 10 നാളേ ദയിക്കണോട്ട് കഡ്ഡായില്ല, അതിലാട്ട് കൊറോടിയും ദയിക്കാം. അപ്പോൾ ഈത്തിക്കാവുക്ക് ദച്ച പിന്നെ ഞങ്ങൾ പള്ളിയിൽ പോയിട്ട് പിന്നെ പള്ളിയിൽ നിന്ന് മലമൂത്ര വിസർജനാക്കുള്ള അഗത്യത്തുകല്ലാണ്ട് പുറത്ത് പോത്തീറ. അഗത്യമായ അങ്ങനത്തെ വിഷയത്തുകല്ലാണ്ട് പുറത്ത് പോത്തീറ. അങ്ങനെ ഔത്തിൽ നിന്ന് ഫുഡ് കൊമ്പൻ തറവ് ആളില്ല, അങ്ങനത്തെ അവസ്ഥ ഉണ്ടായെങ്കിൽ പുറത്ത് പോവാം. എല്ലാം ഉള്ളാറ് എല്ലാ വ്യവസ്ഥ ഉണ്ട്, സൗകര്യം ഉണ്ടുണ്ടായി പള്ളിയിലെ കംപ്ലീറ്റ് ആയിട്ട് 10 നാൾ കൂട്ടും. 10 നാൾ നിയത്താക്കി 10 നാൾ കൂട്ടും, 5 നാൾ നിയത്താക്കി 5 നാൾ കൂട്ടും. അപ്പോൾ അതേ തിക്രി ഈത്തിക്കാഫ് ഞങ്ങൾ ദയിക്കുന്നത് വലിയ ഖൈറായ ശ്രേഷ്ഠമായ വിഷയം. അതേപോലെ ലൈലത്തുൽ ഖദർ ഉണ്ട് നിസ്കരിക്കുന്ന വിഷയം നബി ചന്ത് മൻ ഖാമ ലൈലത്തുൽ ഖദരി ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. ആരെങ്കിലും ഓർത്ത ലൈലത്തുൽ ഖദർ ഉണ്ട് ജാവുക നിന്റെ നിസ്കരിച്ചേട്ടായെങ്കിൽ അവൻ്റെ കഴിഞ്ഞ ഈമാനോട് കൂടെ വിശ്വാസരിയാക്കിത്ത് പ്രതിഫലത്തെ ആഗ്രഹിച്ച് തോർത്ത നിസ്കരിച്ചേട്ടായെങ്കിൽ അവൻ്റെ കഴിഞ്ഞു പോയ പാപത്തെല്ലാം അല്ലാഹു മാഫാക്കി കൊടുക്കണം. അത്രയും പുണ്യകരമായ നാളെ ലൈലത്തുൽ ഖദർ നാൾ, അത്രയും ഖൈറായ ബർക്കത്തുള്ള നാൾ. ആ നാളിൽ ഞങ്ങൾ വേസ്റ്റാക്കാണ്ട് ആ നാളിൽ ഞങ്ങൾക്ക് പുണ്യ ആക്കിത്ത് ആ പുണ്യത്ത് അർഹനാവുന്ന പോലെ ആ നാളിൽ ഉപയോഗപ്പെടുത്താൻ ഞങ്ങൾ പ്രയത്നാക്കും. അതല്ലാണ്ട് ഈത്തികാഫ് ദയ്ക്കൊക്കെ പോയിട്ട് അവിടെയും മൊബൈൽ ചാറ്റിംഗ് ആക്കറോ, എന്തെല്ലാം അനാവശ്യം മൊബൈൽ വെച്ചിട്ട് പള്ളിയിൽ വെച്ചിട്ട് ആ മൊബൈലിൽ വേണ്ടാത്ത അനാവശ്യമായ അവസ്ഥയിൽ എന്ത് ഞങ്ങൾ യൂസ് ആക്കണം? അങ്ങനെ പള്ളിയിൽ കൂടിയപ്പെങ്കിലും ഞങ്ങൾ നല്ല ഖൈറായ രീതിയിൽ ആ നാളിൽ ഉപയോഗപ്പെടുത്തണ്ടേ. പള്ളിയിൽ ദയിച്ചിട്ട് ഖുർആൻ ഓതർ, അള്ളാഹുരട്ടി കരഞ്ഞിട്ട് തൗബ ചെയ്ത് മടങ്ങൂർ, ഇസ്തിഗ്ഫാർ കേൾക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലാസ്റ്റ് 10 ഹദീസിൽ കാണാ അഹിയൽ ലൈൽ ജാവുര ഹയാത്താക്കിയോണിന്ത് ഐ ഖല അഹ്ലഹു കുടുംബത്തങ്ങളെ എണിപ്പാട്ടിയോണിന്ത്. അതേപോലെ നടുവരെ മുറുക്കി കെട്ടിയിട്ട് ഇബാദത്ത് കഴിത്ത് തയ്യാറായോണ്ടിത്ത്. അങ്ങനെ ഞങ്ങയും തയ്യാറാവണം. സ്വന്തത്തെ മാത്രമല്ല സ്വന്തം കുടുംബത്തെ പെഞ്ഞായി മക്കൾ എല്ലാവരെയും കൂട്ടിക്കൊണ്ട് പള്ളിക്ക് പോയി ഇത്തികാഫ് വെച്ചിട്ട്
അല്ലെങ്കിൽ പള്ളിയിൽ പോയി ഇത് തെച്ചിത്ത് അവിടെ ഖുർആൻ ഓതിರೋ, അതേപോലെ ഔത്തുൽ തെച്ചിത്ത് ഖുർആൻ ഓതിರೋ ಈಗಣ ನಂಗೆ ಆ ನಾಳೆ ಉಪಯೋಗಪಡ್ತೋಣು. ಇತಿಕಾಫ್ ದೈಕ್ರೆ ಅದರ ಮಹತ್ವ ಅರ್ഞ്ഞിತ್ತು, ಲೈಲತುಲ್ ഖദർ ಮಹತ್ವ ಅರ್ഞ്ഞിತ್ತು, ಅದು ಜನರ ನಂಗೆ ಉಪಯೋಗಪಡ್ತಿತ್ತು. ಈ ರಮಲಾನ್ ತಿಂಗಳೇ ಉಪಯೋಗಪಡ್ತು. ಅಲ್ಲಾಹು ನಂಗೆ ಎಲ್ಲರಿಗೂ ತೌಫೀಕ್ ಅಂತ ಅನುಗ್ರಹಿಕಟ್ಟು. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. الله أكبر الله أكبر أشهد أن لا إله إلا الله أشهد أن لا